ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഒരെണ്ണമല്ല, കുറച്ചധികം ലിപ്സ്റ്റിക്സ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അതിനകത്ത് ഞാൻ കുറെ ലിപ് ഷെയ്ഡ്സ് അങ്ങനെ എന്താ കൊള്ളില്ലാത്ത ലിപ്സ്റ്റിക്സിന്റെ കാര്യം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അതിലൊരെണ്ണാണ് ഇത് കേട്ടോ. ഒത്തിരി റിവ്യൂസ് കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു ലിപ്സ്റ്റിക് ആയിരുന്നു ഇത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ലിക്കോറൈസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. കുറെ പേര് ഇതിന് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ എനിക്കിത് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടുണ്ടാവുന്ന ചുണ്ടില്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഞാനും എക്സ്പയറി ആയതാണോ എന്നൊക്കെ വിചാരിച്ചു. എക്സ്പയറി ഒക്കെ നോക്കിയപ്പോ എക്സ്പയറി ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. പക്ഷെ ഷെയ്ഡ് തീരെ കൊള്ളില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മള് സിഗരറ്റ് വലിച്ചിട്ട് ഉണ്ടാവണ ചുണ്ടില് ഏതാണ്ട് ആ ഒരു കളറാണ് കേട്ടോ അതിന്. ഇത് ഇടുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതൊന്നും നമ്മുടെ ചുണ്ടുമായിട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു വൃത്തിയായിട്ടൊരു ഷെയ്ഡാണ്, കൊള്ളത്തേ ഇല്ല കേട്ടോ. അത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത്. സംഭവം കുറെ നേരം ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം ഇത് ഇട്ടുള്ളൂ കേട്ടോ. ഇട്ടപ്പോ തന്നെ എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് പിന്നെ ഞാനിത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്. ലിക്കോറൈസ് ബ്രൗൺ എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഹെർബ്സിന്റെ ഒരു ലിപ് ഷെയ്ഡ് ട്രൈ ചെയ്യുന്നത്. അതിങ്ങനെയായി പോയിട്ടോ. നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു നാച്ചുറൽ കളറില്ലേ, അതിനെയും കൂടെ ഡിം ആക്കുന്ന ഒരു കളറായി പോയിട്ടോ. ചിലർക്ക് പക്ഷെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ.